നമസ്കാരം, ഞാൻ ഡോക്ടർ പൊന്നു ശങ്കരപിള്ളൈ, സ്പെഷ്യലിസ്റ്റ് ന്യൂറോളജിസ്റ്റാണ്. അപ്പം ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് വേർട്ടിഗോ അല്ലെങ്കിൽ ഡിസിനെസ്, ഗിഡിനെസ് ഇതിനെ പറ്റിയാണ്. അപ്പം കുറേ പേര് ഒ പിയിൽ വരും, എന്നിട്ട് പറയും എനിക്ക് തലകറക്കമാണ് അല്ലെങ്കിൽ ഗിഡിനെസ് ആണ്. അപ്പോൾ ഈ തലകറക്കം എന്ന് അവർ ഉദ്ദേശിക്കുന്നത് ചിലപ്പം റിയൽ തലകറക്കം ആയിരിക്കത്തില്ല. അപ്പം ജസ്റ്റ് കണ്ണിൽ ഇരുട്ട് കയറുന്നതിനെയോ അല്ലെങ്കിൽ ശരീരം കുഴഞ്ഞു പോകുന്നതിനെയോ അല്ലെ എഴുന്നേൽക്കുമ്പം ഇംബാലൻസ് പോലെ വരുന്ന അല്ലെങ്കിൽ ബാലൻസ് ഇല്ലാതെ അൺസ്റ്റഡി ആയിട്ടുള്ള ഇതിനെല്ലാം പൊതുവായിട്ട് എല്ലാവരും വിളിക്കുന്ന തലകറക്കം വരിക അല്ലെങ്കിൽ ഗിഡിനെസ്, ഡിസിനെസ് എന്നുള്ള വേഗ് ടേംസ് ആണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഡിസിനെസ്, ഗിഡിനെസ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു വേഗ് ജനറൽ ടേമാണ്. അതിനകത്ത് ഈ പറഞ്ഞ പോലുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടാവാം. കണ്ണിൽ ഇരുട്ട് കയറുന്നതാവാം, ശരീരം കുഴഞ്ഞു പോകുന്നതാവാം, വീച്ചു പോകുന്നതാവാം, റിയൽ തലകറക്കം, ഇതെല്ലാം ആവാം. അപ്പോൾ ഒരു രോഗി അങ്ങനെയുള്ള കംപ്ലയിൻസ് ആയിട്ട് വരുമ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഹിസ്റ്ററിയും എക്സാമിനേഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ശരിക്കുള്ള വേർട്ടിഗോ അല്ലെങ്കിൽ ശരിക്കുള്ള തലകറക്കം എന്ന് പറയുന്നത് സ്പിന്നിങ് സെൻസേഷൻ ആയിരിക്കും. കറങ്ങുക, ശരിക്കും ഭൂമി അല്ലെങ്കിൽ എൻവയൺമെൻറ്റ് കറങ്ങുന്ന പോലെ തോന്നും, അല്ലെങ്കിൽ രോഗിയുടെ തല തന്നെ സ്വന്തമായിട്ട് കറങ്ങുന്ന പോലെ തോന്നും. ഇതാണ് ശരിക്കുള്ള റിയൽ വേർട്ടിഗോ അല്ലെങ്കിൽ തലകറക്കം. ഇനി തലകറക്കത്തിന് പല പല കാരണങ്ങളുണ്ട്. അത് നമ്മുടെ തലച്ചോറിലെ കുറച്ച് കാരണങ്ങളാവാം, അല്ലെങ്കിൽ നമ്മുടെ ഇയർ കനാലിനുള്ളിലുള്ള കുറച്ച് കാരണങ്ങളാവാം. നമ്മുടെ ഇയർ കനാലിനുള്ളിൽ ഏറ്റവും ഉള്ളിലത്തെ ഭാഗത്തിനെയാണ് ഇന്നർ ഇയർ എന്ന് പറയുന്നത്. അതിലെ കുറച്ച് സ്ട്രക്ചേഴ്സാണ് ലാബിറിന്ത്, പിന്നെ നമ്മുടെ എട്ടാമത്തെ കേൾവിയും ബാലൻസും നിയന്ത്രിക്കുന്ന ഞരമ്പ്, വെസ്റ്റിബുലാർ നെർവ് എന്നാണ് അതിന് പറയുന്നത്, എട്ടാമത്തെ ഞരമ്പ്. അപ്പോൾ ഇതിനൊക്കെയുള്ള ഇൻഫ്ലമേഷൻ കൊണ്ട് നമുക്ക് തലകറക്കം ഉണ്ടാവാം. അതായത് ഈ ലാബിറിന്ത്, ഇന്നർ ഇയറിൻ്റെ ഒരു സ്ട്രക്ചറാണ് ലാബിറിന്ത്. അതിൽ ഇൻഫ്ലമേഷൻ, നീർക്കെട്ട് വന്ന വൈറൽ ഇൻഫെക്ഷനൊക്കെ കഴിഞ്ഞിട്ട് നീർക്കെട്ട് വന്നു കഴിഞ്ഞാൽ തലകറക്കം ഉണ്ടാവാം. അതുപോലെ ഈ എട്ടാമത്തെ നെർവ്, വെസ്റ്റിബുലാർ നെർവിന് ഇൻഫ്ലമേഷൻ വന്ന വെസ്റ്റിബുലാർ ന്യൂറോണൈറ്റിസ് എന്നാണ് അതിന് പറയുന്നത്. അതും ഒരു വൈറൽ ഇൻഫെക്ഷനൊക്കെ കൊണ്ടുവരാം. ഇതുകൊണ്ടൊക്കെ നമുക്ക് വേർട്ടിഗോ അല്ലെങ്കിൽ തലകറക്കം, റിയൽ തല ചുറ്റലുണ്ടാവാം. പിന്നെ വെസ്റ്റിബുലാർ മൈഗ്രെയിൻ ഉള്ളവർക്ക് തലകറക്കത്തോടു കൂടി തലവേദന വരാം. ചിലപ്പം തലവേദന ഇല്ലാതെ തലകറക്കമായിട്ടും വരാം. ഇതിനെയാണ് വെസ്റ്റിബുലാർ മൈഗ്രെയിൻ എന്ന് പറയുന്നത്. പിന്നെ മിനിയേഴ്സ് ഡിസീസ് എന്നുള്ളൊരു എൻറ്റിറ്റി ഉണ്ട്. അതൊരു പ്യുവർലി ENT ഒരു അസുഖമാണ്. അതൊരു പ്രോഗ്രസീവായിട്ട് കുറച്ച് നാളായിട്ട് രോഗി കേൾവിക്കുറവ്, ഇടയ്ക്കിടയ്ക്കുള്ള തല ചുറ്റൽ, ഈ കേൾവിക്കുറവും ഇടയ്ക്ക് ഫ്ലക്ച്വേറ്റ് ചെയ്യും. ചിലപ്പം കുറച്ച് നന്നായിട്ട് കേൾക്കാം, ചിലപ്പം നന്നായിട്ട് കേൾക്കാൻ പറ്റത്തില്ല. പിന്നെ ഇയർ ഫുൾനെസ് എന്ന് പറയും, ചെവി ഇങ്ങനെ എപ്പോഴും അടച്ചിരിക്കുന്ന പോലെ അല്ലെങ്കിൽ നിറഞ്ഞു നിൽക്കുന്ന പോലൊരു ഫീലിംഗ്. പിന്നെ ചെവിക്കുള്ളിൽ ഒരു മൂളൽ കേൾക്കുക, ടിനിറ്റസ്. അപ്പോൾ ഇതൊക്കെയാണ് മിനിയേഴ്സ് ഡിസീസിൻ്റെ എന്താ പറയുക ലക്ഷണങ്ങൾ. ഇനി തലച്ചോറിൻ്റെ പിൻഭാഗത്ത് സെറിബെല്ലം എന്നുള്ളൊരു സ്ട്രക്ചറുണ്ട്. അപ്പോൾ അത് പിന്നെ അല്ലെങ്കിൽ തലച്ചോറിൻ്റെ പിൻഭാഗത്ത് വരുന്ന സ്ട്രോക്ക്, പോസ്റ്റീരിയർ സർക്കുലേഷൻ സ്ട്രോക്ക് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ പോസ്റ്റീരിയർ സർക്കുലേഷനിലെ തലച്ചോറിൻ്റെ പിൻഭാഗത്ത് സ്ട്രോക്ക് വന്നാൽ നമുക്ക് വേർട്ടിഗോ വരാം. അപ്പം ക്ലിയർ ആയിട്ടുള്ളൊരു ഹിസ്റ്ററി ചോദിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഈ ഇയർ കനാലിൻ്റെ പ്രശ്നം, ഇയർ കനാലിൻ്റെ ഉള്ളിലുള്ള നമ്മുടെ ഇയർ ബാലൻസിൻ്റെ പ്രശ്നം എന്ന് ഞാൻ പറഞ്ഞല്ലോ, അതിൽ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു എൻറ്റിറ്റിയാണ് ഈ ഓട്ടോലിത്ത് എന്നുള്ള നമ്മുടെ ചെവിക്കുള്ളിലുള്ള ക്രിസ്റ്റലിൻ്റെ ഒരു ബാലൻസ് തെറ്റുന്നതുകൊണ്ടുള്ള വേർട്ടിഗോ. അത് വളരെ കോമൺ ആണ്. കുറച്ചുകൂടെ മിഡിൽ ഏജ് പിന്നെ അല്ലെങ്കിൽ എൽഡർലി ആൾക്കാരിലാണ് ഇത് കാണുന്നത്, ഈ ചെവിക്കുള്ളിലെ ക്രിസ്റ്റലിൻ്റെ പ്രശ്നം കൊണ്ടുള്ള വേർട്ടിഗോ. അപ്പോൾ അതിന് BPPV എന്നാണ് പറയുന്നത്, അതായത് ബിനൈൻ പെറോക്സിസമൽ പൊസിഷണൽ വേർട്ടിഗോ. ഇതിൻ്റെ പേര് കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം പൊസിഷണൽ വേർട്ടിഗോ, അതായത് തലയുടെ മൂവ്മെൻറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതിനനുസരിച്ചായിരിക്കും രോഗിക്ക് വേർട്ടിഗോ വരിക. അതുപോലെ തന്നെ രോഗിക്ക് പെറോക്സിസമൽ, അതായത് ഇടയ്ക്കിടയ്ക്കായിരിക്കും വരിക, ഇടയ്ക്കിടയ്ക്ക് വരുന്ന തലകറക്കം, അതാണ് BPPV. ഈ എപ്പിസോഡ്സ് ഇല്ലാത്ത സമയത്ത് രോഗിക്ക് ഒരു കുഴപ്പം ഉണ്ടാകത്തില്ല. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വരുന്ന തലചുറ്റൽ, അതും ഹെഡ് പൊസിഷൻ അനുസരിച്ച് വരുന്ന തലചുറ്റൽ BPPV, അതായത് നമ്മുടെ ചെവിക്കുള്ള ക്രിസ്റ്റലിന് സ്ഥാനം തെറ്റിയതുകൊണ്ടുള്ള ഇതാണ് BPPV. ഇതിൻ്റെ ചികിത്സ വളരെ ഫലപ്രദമായ എക്സസൈസസും റീപൊസിഷണൽ മാനുവർ, അതായത് ഈ കല്ല് തിരിച്ച് സ്ഥാനത്ത് തന്നെ തിരിച്ച് ഇടുന്ന കുറച്ച് എക്സസൈസസുകളുണ്ട്. അത് ENTയും ന്യൂറോളജിസ്റ്റും രണ്ടുപേർക്കും ചെയ്യാവുന്നതാണ്. ഈ എക്സസൈസസ് വഴി ഈ BPPVയെ അത്യാവശ്യം നല്ല ഫലപ്രദമായിട്ട് നമുക്ക് ചികിത്സിക്കാൻ പറ്റും. വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള തലകറക്കം ഉള്ളവർക്ക് കുറച്ച് ഫ്യൂ ഡേയ്സത്തേക്ക് നമ്മൾ ഈ തലകറക്കം മാറാനുള്ള മരുന്നുകളും കൊടുക്കും. പക്ഷേ ഈ തലകറക്കം മാറാനുള്ള മരുന്നുകൾ നമ്മൾ ഒരുപാട് നാളത്തേക്ക് കൊടുക്കത്തില്ല, കുറച്ച് നാളത്തേക്കായിരിക്കും കൊടുക്കുക. പിന്നെ എക്സസൈസ് കൊണ്ട് രോഗി ഈ തലകറക്കം മാറ്റിയെടുക്കണം.
അപ്പോൾ അതാണ് BPPV. പിന്നെ ഈ പറഞ്ഞ പോലെ വെസ്റ്റിബുലാർ ന്യൂറോണൈറ്റിസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ 8ാമത്തെ ഞരമ്പിന് വരുന്ന നീർക്കെട്ട്. ഇത് ലൈഫിൽ ഒരിക്കലേ വരും, ഒരു വൺ ടൈം ഇവൻ്റ് ആണ് നമ്മുടെ ലൈഫിലത്. അപ്പോൾ അതിന് ഷോർട്ട് കോഴ്സ് ഓഫ് സ്റ്റിറോയിഡ്സ് ചിലപ്പം കൊടുക്കേണ്ടി വരും. അതും ഇതുപോലെ തലകറക്കം, ശക്തിയായ ഛർദിൽ, നോഷ്യ, മനം പുരട്ടൽ ഇതെല്ലാം വരാം. അപ്പോൾ ഇതിൽ ഷോർട്ട് കോഴ്സ് സ്റ്റിറോയിഡ് കൊടുക്കേണ്ടി വരും. അത് 2 ആഴ്ചയ്ക്കുള്ളിൽ മാറുന്നതാണ് ഈ വെസ്റ്റിബുലാർ ന്യൂറോണൈറ്റിസ് എന്ന് പറയുന്നത്. മുമ്പ് പറഞ്ഞ BPPVയിലും ശക്തമായ തലകറക്കത്തിൻ്റെ കൂടെ നോഷ്യ, വോമിറ്റിംഗ്, മനം പുരട്ടലും ഛർദിലും എല്ലാം വരാം. ഇനി ലാബിറിന്തൈറ്റിസ് എന്ന് പറഞ്ഞാൽ ലാബിറിന്തിൻ്റെ ഇൻഫ്ലമേഷനും ഇതുപോലെ തന്നെ വരാം. വെസ്റ്റിബുലാർ മൈഗ്രെയിൻ തലവേദനയും തലകറക്കമായിട്ട് വരാം. പിന്നെ സ്ട്രോക്കും ഈ പറഞ്ഞ കാര്യങ്ങളുമായിട്ടുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ സ്ട്രോക്കിൽ ഇതുപോലെ തലകറക്കവും ഛർദിലുമായിട്ട് വരാം. പക്ഷേ സ്ട്രോക്കിൽ ഈ എപ്പിസോഡ്സ് കഴിഞ്ഞാലും രോഗിക്ക് നടക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ പേഴ്സിസ്റ്റൻ്റ് ആയിട്ടുള്ള ഇംബാലൻസ് ഈ വെർട്ടിഗോ വരുന്ന സമയത്ത് സാധാരണ BPPVയിലാണെങ്കിലും വെസ്റ്റിബുലാർ ന്യൂറോണൈറ്റിസിലാണെങ്കിലും രോഗിക്ക് നടക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷേ ആ എപ്പിസോഡ് കഴിഞ്ഞാൽ രോഗിക്ക് നടക്കാൻ പറ്റണം. പക്ഷേ സ്ട്രോക്കിൽ രോഗിക്ക് പേഴ്സിസ്റ്റൻ്റ് ആയിട്ട് നടക്കാൻ പറ്റാത്ത ഇംബാലൻസ് ഉണ്ടാവും. അങ്ങനെയാണ് നമ്മൾ ക്ലിനിക്കലി മനസ്സിലാക്കുന്ന സ്ട്രോക്ക് ആയിരിക്കാം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും സ്ട്രോക്ക് പോലുള്ള സംശയം ഉണ്ടെങ്കിൽ നമ്മൾ ഉടനെ തന്നെ MRI എടുത്ത് നോക്കേണ്ടി വരും, സ്ട്രോക്കിന് എന്തെങ്കിലും തെളിവുണ്ടോ എന്ന്. MRIയിൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം. ഇതൊക്കെയാണ് ട്രൂ വെർട്ടിഗോ അല്ലെങ്കിൽ ശരിക്കുള്ള തലകറക്കത്തിൻ്റെ കാരണങ്ങൾ. ഇനി നമുക്ക് ഡിസിനെസ്, അതായത് ശരിക്ക് തലകറക്കമല്ല, പക്ഷേ ഈ പറഞ്ഞ പോലെ കണ്ണിലിരുട്ട് കയറുക, കുഴഞ്ഞു പോവുക, ബോധം മറയുക, ഇതിൻ്റെയൊക്കെ കാരണങ്ങൾ നമുക്ക് നോക്കാം.